സമസ്തയിൽ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. മുഷാവറ യോഗത്തിനു മുൻപായി ലീഗ് വിരുദ്ധ പക്ഷം രഹസ്യയോഗം ചേർന്നുവെന്നാണ് പുതിയ ആരോപണം. യോഗത്തിന് നേതൃത്വം നൽകിയ ഉമർ ഫൈസിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദിവി പരസ്യമായി രംഗത്തെത്തി. അതൊരു സമാന്തര യോഗം ഇന്നലെ മിനിയാന്ന് മുഷാവറ ഉണ്ടായിരുന്നു. മുഷാവറ 11 മണിക്കാണ് തുടങ്ങുക. ഇതൊരു 9 മണിക്കോ മറ്റോ അവര് വേറെ അതിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് കുറച്ച് ആൾക്കാർ 10-12 ആളുണ്ടെന്നാണ്. അത് അവരോട് ഭാഗത്തുനിന്ന് പുറത്ത് വന്ന ന്യൂസ് ഉണ്ട്. വലിയ വലിയ നേതാക്കന്മാരായതുകൊണ്ട് അതിന് പിന്നെ ആലോചിച്ചിട്ട് ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനം കാണാൻ നീട്ടി വെക്കും. അതിന്റെ ഇടയിൽ അങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് നടക്കും. അതാണ് സംഗതി. ഇനിയിപ്പോ എന്താ അതിൽ എന്ത് നടപടി ആവശ്യപ്പെടുന്നത്? അല്ലാതെ നേതൃത്വം കാണുന്ന നടപടി എടുത്താൽ മതി. കഴിഞ്ഞ മുഷാവറ യോഗത്തിലുണ്ടായ പ്രധാന തീരുമാനങ്ങൾ ലീഗ് പക്ഷത്തിന് തിരിച്ചടിയാകുന്നതായിരുന്നു. രഹസ്യയോഗം ചേർന്നെടുത്ത തീരുമാനമാണ് മുഷാവറ യോഗത്തിലൂടെ നടപ്പായതെന്നാണ് ലീഗ് വിമർശനം. പാണക്കാട് സാദിഖലി തങ്ങളുടെ അറിവോടെ തന്നെയാണ് തിരിച്ചടിക്കാൻ ലീഗ് അനുകൂല പക്ഷം രംഗത്തിറങ്ങിയത്. പരസ്യ പ്രസ്താവനയിൽ സമസ്ത ഇനി എന്ത് നടപടിയെടുക്കുമെന്നാണ് അറിയേണ്ടത്. സമവായ ചർച്ചകളെല്ലാം പാളി. ഇനി മുസ്ലിം ലീഗിന്റെ അനുമതിയോടെയുള്ള പരസ്യ ഏറ്റുമുട്ടലാണ്. ഇനി അറിയേണ്ടത് ലീഗ് വിരുദ്ധ പക്ഷത്തെ അടിച്ചമർത്തുമോ, വീണ്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടരുമോ എന്നാണ്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.